ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വെക്കേഷൻ ട്രിപ്പ് ഡേ 1 പാർട്ട് 2. കഴിഞ്ഞ ദിവസം നമ്മൾ ഷോളയാർ ഡാം വരെ എത്തിയതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡാമിൻ്റെ താഴത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ. ഡാമിൽ വെള്ളമില്ല, അതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാനില്ല. വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഡാം തുറക്കണം, ഡാം തുറക്കണമെങ്കിൽ ഡാം നിറയണം. അതൊക്കെ കർക്കിടക മാസത്തിലേ ഉണ്ടാവുള്ളൂ എന്ന് അവിടുത്തെ ഒരു അണ്ണി പറഞ്ഞത്. അപ്പോൾ നമ്മളിതേ ബ്രിഡ്ജിമിലേക്ക് ഇങ്ങനെ കയറാൻ പോകുന്നു. ആ ഒരു വൈബൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലവും ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. കണ്ട ഷോളയാർ ഡാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു. ഇനി ഒരു പ്രാവശ്യം നമുക്ക് നല്ല മഴയുള്ള സമയത്ത്, വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രാവശ്യം വരണം. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു വെള്ളച്ചാട്ടം കണ്ടു. വണ്ടി നിർത്തിയതാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ കളകളാരവ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോഡിന് അപ്പുറത്തേക്ക് തിരിഞ്ഞ് ഇതിൻ്റെ ബാക്കി കണ്ടപ്പോഴല്ലേ അടിപൊളി എന്താ ശബ്ദം. വാവ്, എന്ത് അടിപൊളി സൗണ്ടാണല്ലേ. നാച്ചുറലായിട്ടുള്ള അങ്ങനത്തെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. ആ ഒരു ഫീല് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഷോളയാർ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുകൾ ഭാഗത്ത് നിന്ന് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ട ഇതൊന്നും നിറഞ്ഞിരിക്കുന്ന പറയുന്നത് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പം ഈ ഡാം നിറഞ്ഞു കഴിഞ്ഞിട്ട് അവരത് തുറക്കുന്ന പറഞ്ഞത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു, നേരെ അങ്ങനെ പോവുകയാണ്. പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോൾ നമുക്ക് വാൽപ്പാറ റൈറ്റും പൊള്ളാച്ചി ലെഫ്റ്റും കണ്ടു. അപ്പോൾ നമ്മൾ വാൽപ്പാറ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് വാൽപ്പാറ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. വാൽപ്പാറയിൽ നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. അത് പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം നമുക്ക് ദൂരെ പോകാനാണല്ലോ ഉദ്ദേശം. അപ്പോൾ ഇപ്പം അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത് എവിടെയൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലത്ത് പോയി കുറച്ചൊക്കെ അവിടെയൊക്കെ നോക്കി തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടൗൺ പോലത്തെ സ്ഥലം. ഇത് ഇവിടുന്ന് അവിടേക്ക് ഉള്ളിലേക്കൊക്കെ പോയിട്ട് നല്ല വാട്ടർഫോൾസും കാണാനുള്ള കുറേ ഭംഗിയുള്ള കുറേ സ്പോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളത് കണ്ടില്ല. തിരിച്ച് പോരുന്ന വഴി ഞങ്ങളൊരു കാഴ്ച കണ്ട് മക്കളെ, നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ വേഗം കമൻറ്റ് ചെയ്യട്ടോ. അവിടെ ഞങ്ങളിങ്ങനെ വാൽപ്പാറയിൽ തിരിച്ച് വരുന്ന ഒരു ഹെയർ പിന്നല്ല, ഒരു വളവ്, വലിയൊരു ഡീപ്പ് വളവ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇരിക്കുന്ന കണ്ട സിംഹവാലം കുരങ്ങാണത്. അതിന് ഒരു കൂട്ടം സിംഹവാലം കുരങ്ങുണ്ട്. ഞങ്ങൾ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ആൾ നിൽക്കുന്നുണ്ടപ്പോഴേക്കൊക്കെ പറഞ്ഞിട്ട് വണ്ടി സ്ലോ ചെയ്യാം, ആരോടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മൃഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ കണ്ട മരത്തിൽ നിറച്ച് ഒന്നും രണ്ടൊന്നും അല്ല, കുറേ ഉണ്ട്. എന്തോ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പറിച്ച് തിന്നോ എന്തൊക്കെയോ ഫുഡൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അതിനൊക്കെ ഭയങ്കര നിയമങ്ങളുണ്ട്. അപ്പം ആളും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടീൻ്റെ റോഡിൻ്റെ സൈഡിൽ നിർത്തിയോണ്ട് വേഗം എടുത്തിട്ട് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് കണ്ടിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാണ്ടും കാണാണ്ടൊന്നും പോകാൻ പറ്റില്ല. കണ്ടില്ലേ, റോഡ് അങ്ങോട്ടും ക്രോസ് ചെയ്യണം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നത്. കണ്ടോ, നിറച്ചുണ്ട് കേട്ടോ. നമ്മുടെ ഫോണൊക്കെ അടിച്ചു മാറ്റിട്ടോണി വന്നിട്ട് സൂക്ഷിച്ച് പിടിച്ചോ. ഹായ് ഹായ് ഇരിക്കണണ്ട. ഞാൻ ഹായൊക്കെ പറഞ്ഞു നോക്കിയൊരു മൈൻഡും ഇല്ല. അവരെന്തോ കാര്യമായി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴി ഒരു നല്ല കളർ ബൊഗെയിൻ വില്ല കണ്ടപ്പം മോനോട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത്. നമ്മളാരും പറമ്പിൽ കയറി മോഷ്ടിച്ചതൊന്നുമല്ല കേട്ടോ. കുറേ സ്ഥലത്ത് നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ കാണുമ്പോൾ പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് ആ കളർ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഇവിടെ അതിൻ്റെ വേറെ 2-3 ടൈപ്പ് കളേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സെയിം കളർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കൊണ്ടുവന്ന് കുത്തി നിൽക്ക് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാക്ക് പറയുന്നുണ്ട് അവിടെ നിന്നൊന്നും കൊണ്ടുവരുന്നത് അങ്ങനെ പിടിക്കൂല, ആ ക്ലൈമറ്റിൽ ആ കളർ കാണുന്ന പോലെ നമ്മുടെ നാട്ടിൽ ആ കളർ കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവന്നൊന്ന് കുത്തി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിലേക്ക് പോകുമ്പം ഒരു 40 ഹെയർ പിൻസ് ഉണ്ട്. ആ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യാനിട്ട് ഇവിടെ നിന്ന്. അത് നല്ല ഡീപ്പ് ഹെയർ പിന്നാണ്. അപ്പോൾ അത് ഇത്തിരി സൂക്ഷിച്ച് പോകേണ്ട കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് ഫസ്റ്റ് ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ ഓരോ ഹെയർ പിന്നിൻ്റെ അവിടെയും അവരോരോ മൃഗങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന മൃഗങ്ങളൊക്കെ ഈ കാട്ടിലുണ്ടെന്നാണെന്നാണ് അവർ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഈ കാട്ടിൽ അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും കണ്ടില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, കുറേ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ 2 സൈഡിൽ നല്ല കാടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് 2 സൈഡിൽ ഞങ്ങൾ കുറേ നേരം നോക്കിക്കിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ.
ആകെ കുറച്ച് മയിലിനെ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ കുരങ്ങച്ചന്മാരെയും കണ്ടു. നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്ക് മയിലുകൾ ഇങ്ങനെ ഒരു സൈഡിലിരിക്കുന്നുണ്ടായിരുന്നു. ഒരു മയിലിങ്ങനെ, പക്ഷെ മയിലിനെ കാണുമ്പോൾ എന്താണെന്നോ നമുക്ക് പോയി വലിയ ഇമ്പൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും കാണുന്നില്ല. നമ്മുടെ വീട്ടിൽ വന്ന് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. വീടിൻ്റെ ഇറയത്തൊക്കെ ഒന്ന് ധൈര്യണ്ടില്ലേ മയിൽ. ഞാനപ്പോൾ മയിലിനെ കാണുമ്പോൾ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചും കൂടി പിന്നെ ഒരു ദിവസത്തെ ഒരു കാട്ടിലത്തെ യാത്രയിൽ മയിലിനെ കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. കാരണം മയിലിന് അടുത്തൊക്കെ വന്നിരുന്ന് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുരങ്ങച്ചന്മാർ കണ്ടില്ലേ, ഒരു അമ്മക്കുരങ്ങും കുട്ടിക്കുരങ്ങും നമ്മൾ ഇപ്രാവശ്യത്തെ യാത്രയിൽ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. സാധാരണ കുരങ്ങളെ കാണാറുണ്ടെങ്കിലും ഈ അമ്മയും കുട്ടിയും കൂടെയുള്ള കോമ്പിനേഷൻ അധികം കാണാറില്ല. ഇപ്രാവശ്യം അത് നന്നായി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ രണ്ട് സൈഡിൽ നോക്കിയിരിക്കുന്നുണ്ട് കാട്ടിൽ വല്ല മൃഗങ്ങളുണ്ടോ എന്ന്. പക്ഷേ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇനി ഒരു സ്ഥലത്ത് നന്നായി കാണുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിരിക്കും. പിന്നെ ഞങ്ങൾ ഈ കാട്ടിൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ മാനിനെ കണ്ടു കേട്ടോ. പക്ഷേ മാനിനെ കണ്ടതിനെ ആസ്വദിച്ച് ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് മാൻ കാട്ടിലേക്ക് കയറിപ്പോയി, നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഈ ഹെയർ പിൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ് ആയിരുന്നു. നമുക്കൊരു വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നും കേട്ടോ. അതാണ് ഡീപ്പ് ഹെയർ പിന്നായതുകൊണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ഹെയർ പിന്നുകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത്, ഫുള്ളൊന്നും എടുത്തില്ല, കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് ആ ഒരു രസം തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിലും ഇത് നല്ല രസം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. പക്ഷേ വീഡിയോയിൽ അങ്ങനെ അധികം കിട്ടുന്നില്ല. എനിക്ക് അത് ഭയങ്കര നിരാശയായിട്ട് തോന്നി. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വീഡിയോയിൽ അങ്ങനെ കിട്ടുന്നില്ല. ഈ ഹെയർ പിന്നൊക്കെ നല്ല അടിപൊളി. ഇപ്പോൾ ഈ ഹെയർ പിന്നുകളുടെ ഭാഗത്തൊക്കെ ഇതേപോലത്തെ ഒരു ബാരിയേഴ്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കൂട്ടം കുരങ്ങന്മാർ കണ്ടില്ലേ, കുറേ ഉണ്ടായിരുന്നു. പ്രാവശ്യം കുരങ്ങന്മാർ കുറേ കണ്ടു നമ്മൾ. അവരിങ്ങനെ പോസ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഭക്ഷണം കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് വേണം അവർ ഭക്ഷണം കാത്തിരിക്കേണ്ട, ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഞങ്ങളൊന്നും കൊടുത്തില്ല കേട്ടോ. നിയമത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊന്നും കൊടുത്തില്ല. ഇതേപോലെ കുറേ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ മിസ്സായിപ്പോയി. നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടൂലല്ലോ. ചെറിയ ചെറിയ ബ്രിഡ്ജുകൾ ഉണ്ടാവില്ലേ, അവിടെയൊക്കെയാണ് കൂടുതൽ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പനകൾ കൂടി നിൽക്കുന്ന. അപ്പോൾ അതിരപ്പള്ളി ഭാഗത്താണത്. അപ്പോൾ ആനകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പനകളാണെന്ന് തോന്നുന്ന പറഞ്ഞു. പക്ഷെ അതല്ല, നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കാനുള്ള പനകളാണത്. ആ പാമാണത്, പാം ഓയിൽ ഉണ്ടാക്കുന്ന പാമാണ് കേട്ടോ അത്. അപ്പോൾ എനിക്കത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിസ്റ്റേക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ എനിക്കത് തിരുത്തി തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ തെറ്റുകളോ വിഡ്ഢിത്തരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാട്ടോ. അപ്പോൾ ഞാനത് തിരുത്തി പറയുന്നതാണ്. അങ്ങനെ അടുത്ത കുരങ്ങച്ചൻ ഫാമിലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്ത് കാണുകയാണെങ്കിൽ നമ്മൾ നിർത്തി കാണും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇടയിലിടയിൽ ഈ കരിങ്കൽ പാറകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ വാഴ്ച പോലെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇടയിലൊക്കെ നിർത്തുന്നുണ്ട്. പക്ഷേ അവിടെ അധികം നേരം നിർത്താൻ പറ്റില്ല, നല്ലോണം വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഹെയർ പിൻസ് ആയതുകൊണ്ട് ആൾക്കാർ സ്പീഡൊക്കെ എടുത്തിട്ടേക്ക് വരുന്നത്. അപ്പം അപകട സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അധികം നിർത്തിയൊന്നുമില്ല ഞങ്ങൾ. ഹെയർ പിന്നിൽ കൂടെയുള്ള യാത്ര അത്ര ഭയങ്കര സുഖമുള്ളതൊന്നല്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ. ചിലവർക്കൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ ഹെയർ പിന്നിൽ കൂടെ പോകാന്നുള്ളത്. ഞാൻ പിന്നെ അത് തീരാനായപ്പോൾ ഇത്തിരി സ്പീഡിലൊക്കെ ഇട്ടതാണ്. അപ്പോൾ അതേ താഴത്ത് നിന്നപ്പോൾ വീണ്ടും ഇങ്ങനെ ആ വാട്ടർഫോൾസ് കാണുന്നുണ്ടെങ്കിൽ ഈ വാട്ടർഫോൾസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ സ്ലോ ചെയ്ത് തരണം കേട്ടോ. നേരിന്ന് കുരങ്ങച്ചൻ നല്ല ദേഷ്യത്തിലിരിക്കുന്ന മൂപ്പര് ഇങ്ങനെ കണ്ട മുഖമൊക്കെ ചുമന്ന് ആകെ ഒരു ദേഷ്യം പിടിച്ച പോലെ ഇരിക്കണം. അപ്പം ഞാൻ ഗ്ലാസ് ആയിട്ട് വികാക്ക് പറഞ്ഞു ചിലപ്പോൾ ഫോണൊക്കെ പിടിച്ച് പറിച്ചുകൊണ്ട് പോകും, വേഗം ഗ്ലാസ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നമ്മൾ ഹെയർ പിന്നൊക്കെ ഏതാണ്ടും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് പൊള്ളാച്ചിയിലേക്കാണ് പോകേണ്ടത്. നമുക്ക് പൊള്ളാച്ചിയിലേക്ക് വരാനാണല്ലോ ഈ ഹെയർ പിന്നൊക്കെ കയറിയത്. അങ്ങനെ നമ്മൾ എല്ലാ ഹെയർ പിന്നും കംപ്ലീറ്റ് ചെയ്ത് താഴത്തെത്തിയിട്ടുണ്ട്. ഇനി പൊള്ളാച്ചിയിലേക്ക് കിടക്കണ ആ ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം പൊള്ളാച്ചി ടൗണിൻ്റെ ഭാഗങ്ങളും കുറച്ചൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട്, പൊള്ളാച്ചി കണ്ടു എന്നൊക്കെ ഒന്ന് കാണിക്കാനുള്ള ജസ്റ്റ് ഒരു കുറച്ച് വിഷ്വൽസ് മാത്രം എടുത്തിട്ടുണ്ട്. ഇതാണ് പൊള്ളാച്ചി ടൗൺ. കണ്ട പച്ച ബസ്, തമിഴ്നാട് ബസ്സൊക്കെ കണ്ടു. അങ്ങനെ ഇനി നമ്മൾ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. അതായത് നമുക്ക് ഒരു തിരക്കേടില്ലാത്തൊരു ഫുഡ് കഴിക്കണം. അതാണ് ഇപ്പോൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ മനസ്സിൽ ഫുഡ് പോയ്സൺ അടിച്ചവരെ കഥകളൊക്കെ നമുക്ക് ഓർമ്മ വന്നിട്ട്, അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു റോഡ് സൈഡിൽ നിർത്തി പയ്യനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞതാണ് അണ്ണൈ ഹോട്ടൽ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാപ്പ് ഇട്ടു. അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, തൊട്ടുമുമ്പായിട്ട് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഹോട്ടലിലേക്ക് നടക്കുകയാണ് കേട്ടോ. അണ്ണൈ ഹോട്ടൽ ഇതാണ്. നമ്മൾ തമിഴ്നാട്ടിലെ ഹോട്ടൽ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വലിയ വൃത്തിയൊന്നും ഇല്ലാന്ന് വിചാരിക്കേണ്ട. പക്ഷെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു. പക്ഷെ ഫാമിലി ഏരിയ 6 മണിയായിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കയറി ചെല്ലിനോട് തന്നെ ഇരുന്നത്. അപ്പോൾ ഇക്കാതെ മട്ടൻ ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുണ്ടായത്, മട്ടൻ ബിരിയാണി ആദ്യം തന്നെ വന്നു. ഞാൻ ചില്ലി പൊറോട്ടയാണ് പറഞ്ഞത്, അത് രണ്ടാമത് വന്നു. മക്കൾ ഫ്രൈഡ് റൈസ് പറഞ്ഞത് അപ്പം തന്നെ റെഡിയാക്കിയതുകൊണ്ട് കുറച്ച് ലേറ്റായി. എന്നാലും
നമ്മൾ കഴിച്ച് പകുതി ആകുമ്പോഴത്തേനൊക്കെ എത്തി. അതുകൊണ്ട് നമ്മൾ ഗോലി സോഡ ട്രൈ ചെയ്തു. ഗോലി സോഡ ഒന്നും ഇങ്ങനെ പൊട്ടിച്ച് കുടിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിടുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് കോത്തഗിരിയിലേക്കാണ് പോകണത്. അപ്പം ഞാൻ ആ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്